ജോർജ് ജോസഫ് സാർ, ഇത് തുടർച്ചയായി എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ ദിവസമാണ് കേരളത്തിലെ ഒരു ക്രൈമിനെ കുറിച്ച് നമുക്ക് വീണ്ടും വീണ്ടും ചർച്ച ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോഴിതാ പുതിയൊരു സംഭവം. യഥാർത്ഥത്തിൽ ഈ പാലക്കാട്ടെ ഇരട്ടക്കൊലപാതകത്തിൻ്റെ നടുക്കം വിട്ടുമാറുന്നതിന് മുൻപാണ് ഇന്ന് 2 വയസ്സുകാരിയുടെ ജഡം സ്വന്തം വീട് മുറ്റത്തെ കിണറിൽ നിന്ന് കണ്ടെത്തിയ സംഭവം ഉണ്ടായിരിക്കുന്നത്. ജോർജ് ജോസഫ് സാർ, നമുക്ക് ഏറ്റവും പുതിയ കണ്ടെത്തലുകളിൽ നിന്ന് വരാം. ഇപ്പോൾ നെയ്യാറ്റിൻകര ഡിവൈഎസ്പി ഷാജി പറഞ്ഞത് ഈ കാര്യങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമായിട്ടുണ്ട്. കൊലപ്പെടുത്തിയത് അമ്മാവനാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്മയെ വിട്ടയച്ചിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പോഴത് പറയാറായിട്ടില്ല എന്നാണ്. പക്ഷേ അമ്മാവൻ കൊലപാതകം നടത്തിയെന്ന് സമ്മതിക്കുമ്പോഴും, അതായത് രാവിലെ 6 മണിയോടുകൂടി ദേവേന്ദു എന്ന് പറയുന്ന ഈ 2 വയസ്സുകാരി കുഞ്ഞിനെ കിടക്കപ്പായയിൽ നിന്ന് എടുത്ത് കിണറ്റിലേക്ക് എറിഞ്ഞു എന്നാണ് അയാൾ സമ്മതിച്ചിരിക്കുന്നത്. പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത്? ആരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയാണോ? അതല്ലെങ്കിൽ എന്തെങ്കിലും അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണോ? അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധം മറച്ചു വെക്കാനാണോ? ഇങ്ങനെ പല പല സംശയങ്ങൾ നമ്മുടെ മുന്നിൽ കിടക്കുകയാണ്. പോലീസ് ആ കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി തന്നിട്ടില്ല. അത് അന്വേഷണത്തിൻ്റെ ഭാഗമായതുകൊണ്ടായിരിക്കാം. പക്ഷെ ഒരു കാര്യം ജോർജ് ജോസഫ് സാർ, ഇതിൽ വളരെ നിർണായകമായി ഇരിക്കുന്നത് സഹോദരനും സഹോദരിയും തമ്മിൽ നടത്തിയിട്ടുള്ള വാട്സാപ്പ് ചാറ്റുകളാണെന്ന് പോലീസ് പറയുന്നുണ്ട്. സർവീസിലിരുന്ന ആളെന്ന നിലയിൽ ദീർഘകാലം പലതരത്തിലുള്ള ഇത്തരം കുറ്റാന്വേഷണങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആളെന്ന നിലയിൽ താങ്കൾക്ക് ഈ വന്നിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ വാട്സാപ്പ് ചാറ്റുകൾ ഈ കേസിൽ നിർണായകമാകുന്നത് എന്തുകൊണ്ടാണ്? അതെ, കൃത്യമായ അതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി. ആ DYSP ഷാജിയെ അഭിനന്ദിക്കുന്നു ഞാൻ ആദ്യം തുടക്കത്തിൽ. അദ്ദേഹം നന്നായിട്ട് ഇത് പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിലൊരു അറസ്റ്റും നടന്നു. ഇത് ആ വാട്സപ്പ് ചാറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളതല്ല. സഹോദരനും സഹോദരിയും തമ്മിലുള്ളതാണ്. അതിൻ്റെ എൻഡാണ് ഈ ഒരു കൊലപാതകം. അതൊരു വൈരാഗ്യം വാശി തീർത്തതാണ്. കാരണം അത് നമുക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ പറയാൻ ബുദ്ധിമുട്ടാണ്. അത് DYSP അദ്ദേഹം നല്ല ബുദ്ധിമാനായതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞില്ല. അത് നല്ലതല്ല പറയുന്നത്. ഒറ്റ വാക്കി പറഞ്ഞ, ഞാൻ ഇന്നലെയും നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു. നെന്മാറ കേസിനകത്ത് അവന് രക്തദാഹിയാണ്, അതിനൊരു വാക്ക് പറഞ്ഞിരുന്നു. വാമമാർഗം എന്നൊരു വാക്ക് പറഞ്ഞു. ഇവിടെ ഇപ്പം ഒന്നുകൂടെ ഫ്രോയിഡൻ തിയറിയിൽ എടുക്കുകയാണ്. ഇത് ഒരു ഈഡിപ്പസ് കോംപ്ലക്സ് ആണ്. ഇപ്പം മനസ്സിലായെന്ന് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നത് ജോർജ് ജോസഫ് സാർ, അങ്ങനെ നമുക്കതിനെ ഒരു ഇൻസെസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? എനിക്കറിയില്ല. അത് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയേണ്ടതാണ്. ഇൻസെസ്റ്റ് എന്നൊരു വാക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുമോ? എനിക്കറിയില്ല. കൃത്യം വാക്കാണ് ഈഡിപ്പസ് കോംപ്ലക്സ്. നോക്കിക്കോളൂ, അത് ഡിസോർഡറാണ്, ഒരു മെൻ്റൽ ഡിസോർഡറാണ്. അത് തീർച്ചയായും നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങളിലൊക്കെ അപ്പനും അമ്മമാരും ഒക്കെ സ്വന്തം സഹോദരിയും സഹോദരന്മാരും ഒക്കെ ആണെങ്കിലും പല കാര്യത്തിലും റെസ്ട്രിക്ഷൻ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ഈഡിപ്പസ് കോംപ്ലക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. അത് യാതൊരു സംശയമില്ല. നമ്മൾ ആ പാരമ്പര്യത്തിൽ നിന്ന് വിട്ടുപോയി കേരളത്തിലെ ഇപ്പം വയലൻസിലോട്ട് വന്നു. നമ്മുടെ കലാപ ഭൂമിയായി മാറി നമ്മുടെ സ്കൂളും കോളേജുകളൊക്കെ. അതിനൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. കേരളം വയലൻസിലേക്ക് പോയി കഴിഞ്ഞിരിക്കും. ദൈനംദിനം നമ്മൾ കേൾക്കുകയല്ലേ. ഇപ്പം തുടർച്ചയായിട്ട് 24-ൽ 3 ദിവസം കൊണ്ട് ഞാനിത് പറയുകയാണ്. പക്ഷേ പോലീസ് നല്ല ബെറ്ററായിട്ടുള്ള ജോലി ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പം കൃത്യമായ ഒരു അറസ്റ്റ് നടന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഷാജിയെ അഭിനന്ദിക്കുന്നത്. അദ്ദേഹം അത്രയൊക്കെ പഠിച്ചിരിക്കുന്നു. അവിടുത്തെ SHOയും ആ ലൈനിൽ വന്നിട്ടുണ്ട്. അത് വെരി ഗുഡ് ഒരു ഇൻവെസ്റ്റിഗേറ്റേഴ്സാണ് അവർ. കറക്റ്റ് ട്രാക്കിൽ വന്നു. അതാണ് തുടക്കത്തിലെ അഭിനന്ദിച്ച് വിടുന്നത്. കാരണം നമ്മളത് പ്രോത്സാഹിപ്പിക്കണം. കാരണം ഞാൻ ഇന്ന് രാവിലെ മുതൽ ഇതേപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ആ സഹോദരി അല്ലെങ്കിൽ ശ്രീധു പറഞ്ഞു, ഒരു ആളിൻ്റെ നിഴൽവട്ടം ആ കിണറിൻ്റെ അടുത്ത് കണ്ടു എന്ന്. അതേസമയത്ത് ഇയാൾ സബ്സിക്വൻ്റായിട്ട് ഈ കൃത്യം ചെയ്ത് തൊട്ട് മുമ്പോ അല്ല അതിന് ശേഷമോ അയാൾ കിടക്കുന്ന മുറിയിലെ കട്ടിൽ കത്തിച്ചു. കാരണം അതൊരു ഈ ഒരു സംഭവത്തെപ്പറ്റി ഒരു ന്യായീകരണം അയാളുടെ മനസ്സിൽ വന്നുകൊണ്ടാണ്. കാരണം അയാളെ ഡൈവേർട്ട് ചെയ്ത് പോകണം, അതുകൊണ്ടാണ് അത് കത്തിച്ചത്. അപ്പോൾ അത് കണ്ടപ്പം തന്നെ എനിക്ക് തോന്നി ഇയാൾ തന്നെ പ്രതിയെന്ന്. ഏതായാലും കറക്റ്റ് ട്രാക്കിൽ DYSP വന്നിരിക്കുന്നു. അത് ഇനി അതേപ്പറ്റി അധികം പറയണ്ട. കാരണം ഇതിനകത്ത് വേറൊരാൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അമ്മ ഏതായാലും ഒരു കാര്യം പറഞ്ഞു. മൂത്ത കുട്ടിയെ എടുത്തുകൊണ്ട് ബാത്റൂമിൽ പോയി കഴിഞ്ഞപ്പം വല്യമ്മ പറഞ്ഞു കുട്ടിയുടെ കരച്ചിൽ കേട്ടു. ഉടൻ തന്നെ
അവർ വെളിയിലിറങ്ങി വന്ന് നോക്കിയപ്പം ആ ഭർത്താവിൻ്റെ കൂടെ ഉറങ്ങിക്കിടന്ന ഈ ഇളയ കൊച്ചിനെ കാണാനില്ല. അവർ തന്നെ 5 മണിക്ക് പോലീസ് സ്റ്റേഷൻ വിളിച്ചു. കാരണം അവർ വേവലാതിപ്പെട്ട് കൊച്ചിനെ കണ്ടില്ല, അവിടെയും കണ്ടില്ല ഇവിടെയും കണ്ടില്ല. വേവലാതിപ്പെട്ട് എന്തോ അപകടം മണത്തുകൊണ്ടായിരിക്കും കൊച്ചിനെ കണ്ടില്ല. പോലീസ് വന്നിട്ട് അവിടെ എല്ലാം നോക്കിയിട്ട് കുട്ടിയെ കണ്ടില്ല. CCTV ദൃശ്യത്തിൽ ആ വീട്ടിലേക്ക് ആരെങ്കിലും വന്നോ വെളിയിലേക്ക് പോയോ അവിടുത്തെ ചുറ്റുവട്ടം മുഴുവൻ ആ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്നേരം തന്നെ നോക്കി. ഇല്ല, വീടിനകത്ത് തന്നെ ഉണ്ടാവും. അങ്ങനെ നോക്കി കിണർ സംശയിച്ചു. അത് ഫയർഫോഴ്സുകാർ വന്ന് കിണറ്റിൽ നിന്ന് ഡെഡ് ബോഡി എടുത്തു. ഞാൻ വിചാരിച്ചിരുന്നു അതിനകത്ത് ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു മെൻ്റലായിട്ടുള്ള ഒരാൾ കാണിക്കുന്ന രീതിയിൽ അവിടെ ഒരു കമ്പിയിൽ 3 കയറ് ഒരു സ്ലിപ്പിംഗ് നോട്ട് ഇട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ തൂങ്ങിയാൽ ആൾ ഇന്ന് ഞാനൊരു ചാനലിലെ മലയാളി വാർത്തയിലെ പുള്ളിയുടെ ക്യാമറയോട് ചോദിച്ചപ്പം പറഞ്ഞ്, സാറേ അത് അവിടെ തൂങ്ങിയാൽ അത് പൊട്ടി താഴെ വീഴും, ആ കമ്പിക്ക് അത്ര ബലമില്ല. പക്ഷേ അവിടെ 3 എണ്ണം കിടപ്പുണ്ട്, 3 പേരെ ഉദ്ദേശിച്ച്. അപ്പം 3 ഒരു കുട്ടി മരിച്ചു, ഇനി 3 പേര്. അതാണ് അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ. ഞാൻ അന്നേ കരുതി. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒരു നല്ല ട്രാക്കിലേക്ക് പോലീസ് പോയിരിക്കുന്നു. ഇവിടം കൊണ്ട് ജോർജ് ജോസഫ് സാർ, ഇത്രയും താങ്കൾ പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പോൾ താങ്കളിലെ ഒരു സർവീസ് മാൻ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് 1-2 സംശയങ്ങൾ ചോദിക്കട്ടെ. ഒന്ന്, ഈ ശ്രീതുവും ശ്രീജിത്തും തമ്മിലുള്ള ദാമ്പത്യം സുഖകരമായിരുന്നില്ല, നാട്ടുകാർ പറയുന്നുണ്ട്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അങ്ങനെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ശ്രീജിത്ത് എന്ന ഈ 2 പെൺകുട്ടികളുടെ അച്ഛൻ ഇന്നലെയാണ് ആ വീട്ടിലേക്ക് വരുന്നത്. കാരണം അവിടെ അവരുടെ ഈ മുത്തച്ഛൻ്റെ മരണാനന്തര ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് കുറച്ച് ആളുകൾ, ബന്ധുക്കളൊക്കെ അടുത്ത് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇയാൾ തലേദിവസം അവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 3 മാസമായിട്ട് ഈ സഹോദരൻ, അതായത് ഈ കേസിലെ 1ാമത്തെ പ്രതി, ഈ കുട്ടിയെ കൊലപ്പെടുത്തിയ സഹോദരൻ, അതായത് അമ്മാവൻ ഹരികുമാർ, ഇവർ ഈ കുടുംബത്തിലായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. ഇന്നലെ രാത്രി മാത്രം ഒരു വാട്സാപ്പ് ചാറ്റ് ഉണ്ടാകാനും ആ വാട്സാപ്പ് ചാറ്റിലൂടെ എന്തോ ഒന്ന് സുഖകരമല്ലാത്തൊരു ബന്ധത്തെക്കുറിച്ചുള്ള സൂചനകൾ വരാനും പിന്നെ രാവിലെ 6 മണിക്ക് കുട്ടിയെ, ഉറങ്ങിക്കിടക്കുന്ന കുട്ടിയെ എടുത്ത് കിണറ്റിലിടാനും പറ്റുന്ന അച്ഛൻ അവിടെ ഉള്ളപ്പോൾ, കാരണം ഈ 4 പേരെയും കസ്റ്റഡിയിൽ എടുത്തപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത്, ജോർജ് ജോസഫ് സാർ, ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞാൻ അടിവരയിട്ട് പറയുകയാണ്, ഉറപ്പില്ല, പോലീസ് ചോദ്യം ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞത് കുഞ്ഞ് കിടന്നത് അമ്മയ്ക്കൊപ്പമാണ്, അമ്മ പറഞ്ഞത് കുഞ്ഞിനെ അച്ഛൻ്റെ അടുത്ത് കിടത്തി, അമ്മാവൻ പറഞ്ഞത് കുട്ടി മാതാപിതാക്കൾക്കൊപ്പമാണ് കിടത്തിയത്. അങ്ങനെ പരസ്പര വിരുദ്ധമായ മൊഴികളാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു സാഹചര്യമാണ് ഈ കൊലയ്ക്ക് കാരണമെങ്കിൽ എന്തിന് കൊലപ്പെടുത്തണം? എന്തുകൊണ്ട് അച്ഛനിത് ആദ്യം കസ്റ്റഡിയിൽ എടുത്തപ്പോൾ തന്നെ ഇത്തരം ഒരു സംശയം പോലീസിനോട് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് ഈ കാര്യത്തിൽ പോലീസിന് ഈ ഒറ്റ ദിവസത്തെ, കാരണം ഇത്രയും കാലം ഈ സഹോദരൻ കഴിഞ്ഞ 3 മാസമായിട്ട് അവിടെയുണ്ട്, ഇന്നലെ ഒരു ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിക്കുന്ന എന്ത് കാരണമായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവുക? അങ്ങനെ ചില സംശയങ്ങളില്ലേ ഈ നമ്മളിങ്ങനെ പറയുമ്പോൾ? അത് ചില മെൻ്റൽ ഡിസോർഡർ ഉള്ളവരൊക്കെ അയാൾ ആരെങ്കിലും കൊല്ലാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കിട്ടിയില്ലെങ്കിൽ അയാളുടെ ഭാര്യ, അയാളുടെ മക്കളെയൊക്കെ കൊല്ലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതെന്താ അങ്ങനെ വരുന്നത്? ആളെ കിട്ടാതെ വന്നാൽ അയാൾക്ക് വേദനപ്പെടുന്ന, അവനെ കിട്ടിയില്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരെങ്കിലും, അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അതുപോലെ എന്ത് ആയിക്കൂടാ ഇവിടെ എങ്കിലും. ഈ ഒരു സംഭവം കാരണം അമ്മ എന്തിനാണ് അങ്ങനെ ഒരു സ്വന്തം ഭർത്താവിൻ്റെ അടുത്ത് ഇളയ കൊച്ചിനെ കൊണ്ട് കിടത്തി എന്ന് പറഞ്ഞല്ലോ. അവിടെ എന്തെങ്കിലും അവർക്ക് ഹസ്ബൻഡിനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കിടത്തൂല. ഇവർ തമ്മിലുള്ള ഒരു ചെറിയ അസ്വാരസ്യങ്ങളുണ്ടായിട്ട് അയാൾ വല്ലപ്പോഴുമൊക്കെ വീട്ടിൽ വരുള്ളൂ. ഇത് ഫാദർ ലോയുടെ അടിയന്തരത്തിന് അതിൻ്റെ 16ാമത്തെ ദിവസത്തിൽ അദ്ദേഹം വീട്ടിലുണ്ട്. അദ്ദേഹം ആ മരണം അനുവദിച്ച് വന്നിട്ട് പോയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അത് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോലീസ് ഇതിനകത്തൂടെ പോകണം. വേറൊരാളുടെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടോ ഇല്ലയോ നോക്കട്ടെ. അതുകൊണ്ടാണ് DYSP അങ്ങനെ പറഞ്ഞത്. കാരണം കാരണം അയാൾ ഇന്ന് ഞാൻ കണ്ടു കാറിലിരുന്ന് അയാൾ പോകുമ്പം കരഞ്ഞുകൊണ്ടാണ് പോകുന്നത്. പ്രതി വളരെ ദുഃഖിതനായിട്ട് കണ്ടിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഒരു ജീവനോടൊരു കൊച്ചിനെ എടുത്ത് ഇട്ടത് ഞാൻ വിചാരിച്ചു സ്ട്രാങ്കുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൊച്ചിൻ്റെ കഴുത്ത് ഞെട്ടി അതിനെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് ഇട്ടായിരിക്കും എന്നൂടെ ഒരു സംശയം പറയുകയുണ്ടായിരുന്നു ഞാൻ തുടക്കത്തിൽ നേരത്തെയുള്ള ചർച്ചയിൽ. അപ്പം ഇത് ആ ഒരു സംഭവം നമ്മൾ ആലോചിക്കുമ്പം ഇയാളുടെ ഒറ്റയ്ക്കുള്ള ഇൻവോൾവ്മെൻറ്റ് മാത്രമാണ് എന്ന് കരുതുന്നു ഞാൻ. കാരണം അതുകൊണ്ട് മറ്റാരുടെ ഇൻവോൾവ്മെൻറ്റ് നോക്കട്ടെ, അത് നോക്കണം, തീർച്ചയായിട്ടും നോക്കണം. പക്ഷേ ഒരു പ്രൈമാ ഫേസിയായി നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ അങ്ങനെ ഒരു ചാറ്റ് സ്വന്തം ഡയറക്റ്റ് സിസ്റ്റർ, ബ്ലഡ് റിലേഷനുള്ള ഡയറക്റ്റ് സിസ്റ്ററിൻ്റെ അടുത്ത് കളിക്കായാലും അല്ലാതെ അങ്ങനെ ഇടാൻ പാടില്ല. അത് അയാളുടെ മൈൻഡിനകത്തുള്ള ഒരു സാധനമാണെന്നാണ് അയാൾ. ഒരു ദിവസമായാലും മതി, പല ദിവസമായാലും മതി. അതുകൊണ്ട്
അതിൻ്റെ പാരമ്യത്തിലായിരിക്കാം ഇത് ചെയ്തിരിക്കുന്നത് സാധ്യത വളരെ കൂടുതലാണ്. അയാൾ കൺഫസ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അവർക്ക് സാമ്പത്തികമായി വളരെയധികം പ്രശ്നങ്ങളുണ്ട്. അവരുടെ കുടുംബ വീട് താഴെയുണ്ട്. ഇത് വാടക വീടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആ കുടുംബ വീടിന് ഒരു അറ്റാച്ച്മെൻറ്റ് അതിനൊക്കെ വന്നു, അത് ലേലത്തിലോട്ട് പോകുന്നതെന്ന് അറിഞ്ഞു. ഇവർക്ക് ജീവിക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ഈ സ്ത്രീ പലരെയും നിന്നും പൈസ കടം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി സാമ്പത്തിക അല്ല. പക്ഷേ 2 ദിവസം മുമ്പാണ്, ചില അല്ല ജോർജ് ജോസഫ് സാർ, 2 ദിവസം മുൻപാണ് 30 ലക്ഷം രൂപ മോഷണം പോയി എന്ന് പറഞ്ഞൊരു കേസ് ഈ സഹോദരനും സഹോദരിയും കൂടെ, അതായത് ഹരികുമാറും ശ്രീതുവും കൂടെ പോലീസിൽ പോയി പരാതിപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നത് ഇവർ നേരത്തെ ആസൂത്രണം ചെയ്തതാണ് എന്ന് സംശയിക്കാൻ കഴിയും. ഇപ്പോൾ താങ്കൾ പറഞ്ഞ അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു ദേഷ്യത്തിൽ ഈ സഹോദരിയെ വേദനിപ്പിക്കാൻ വേണ്ടി കുഞ്ഞിനെ എടുത്ത് വെള്ളത്തിലിട്ടു എന്നാണെങ്കിൽ 2 ദിവസം മുൻപ് 30 ലക്ഷം രൂപ കാണാതായി എന്ന് പറഞ്ഞ് പോലീസിലൊരു പരാതി നൽകിയിട്ടുണ്ട്. ഇത് ഒരു ആസൂത്രണത്തിന്റെ ഭാഗമാണെന്ന് സംശയിക്കേണ്ടതുണ്ടോ? അങ്ങനെ സംശയിക്കാം, അതിന് കുഴപ്പമില്ല. കാരണം അങ്ങനെ ഒരു പരാതി ഇയാൾ അബ്നോർമൽ ബിഹേവിയർ ഉള്ള ആൾ തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. കാരണം അയാളെ സംരക്ഷിച്ചുകൊണ്ടിരുന്നതല്ല ഈ സിസ്റ്ററാണ്, സ്വന്തം ബ്രദർ ആണല്ലോ. അതുകൊണ്ട് അയാളുടെ പല കാര്യത്തിനും ഇവർ വഴങ്ങും. ഇത്ര നാളും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് സിസ്റ്ററാണ്. അപ്പോൾ അതുകൊണ്ട് അത് പോലീസ് അന്വേഷിക്കട്ടെ. ഞാൻ ഇപ്പോഴാണ് മനസ്സിലായത് ആരാണ് പരാതി ഈ 30 ലക്ഷം പോയെന്ന് പറഞ്ഞു. കാരണം 30 ലക്ഷത്തിനുള്ള സോഴ്സ് അവർക്കില്ല. അത് സാമ്പത്തികം വലിയ പ്രശ്നമല്ല. പിന്നെ എങ്ങനെയാണ് കാണാൻ പോയതെന്ന് എനിക്കറിയില്ല. പിന്നെ അവരുടെ വീട് എവിടെയെങ്കിലും സ്ഥലം നമ്മൾ അറിയാതെ എവിടെയെങ്കിലും കച്ചവടം ചെയ്തിട്ടുണ്ടോ എന്നും നമുക്കറിയത്തില്ല. അതൊക്കെ പോലീസ് കുറച്ച് ഡീപ്പായിട്ട് അന്വേഷിക്കട്ടെ. ഏതായാലും അതിനകത്ത് ഇനി ആരെങ്കിലും ഇൻവോൾവ്മെൻറ്റ് കാണാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ഞാൻ. പക്ഷേ സാധ്യത വളരെ കുറവായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം അവർ ആ വല്യമ്മയെ വിശ്വസിച്ചാൽ, വല്യമ്മയാണ് പറയുന്ന കൊച്ചിൻ്റെ കരച്ചിൽ കേൾക്കുന്നു, കൊച്ചിനെ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അപ്പം അന്നേരം അമ്മ ബാത്റൂമിലാണ്, മറ്റേ കൊച്ചിൻ്റെ അടുത്താണ്. അതേസമയത്ത് ഇയാൾ കത്തിച്ചല്ലോ ഇയാളുടെ മുറിയിലെ അയാളുടെ ബെഡ്, കോട്ട് അല്ലെങ്കിൽ കട്ടിൽ കത്തിച്ചിരിക്കുന്നു. അതൊരു മെൻ്റൽ ഡിസോർഡർ തന്നെയാണ് കത്തിച്ച. അത് വേറൊരു ഡൈവേർഷനാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് ഒരു അയാളെ സംബന്ധിച്ചിടത്തോളം അത് കാണിച്ച ഒരു ബ്ലണ്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴും തന്നെ ഞാൻ നിശ്ചയിച്ചു ഒരു ഡൈവേർഷന് വേണ്ടിയിട്ട് വേറെ ആരോ വന്നു എന്നുള്ള ഒരെണ്ണം ധരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ഇങ്ങനൊരു സംഭവം ഉണ്ടായത്. അത് ആ കത്തീരിനകത്ത് അവിടെ മണ്ണെണ്ണയുടെ മണമുണ്ടായിരുന്നു. കട്ടിൽ കത്തിച്ചത് അത് അയാളുടെ ആ മെൻ്റൽ ഡിപ്രഷനുള്ള ആളുടെ ചിന്താഗതി ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാനൊക്കെ. അങ്ങനെ തോന്നിയപ്പം കത്തിച്ചത്. അപ്പോൾ ആ കത്തീര് ഈ കുട്ടിയുടെ ഇതുമായിട്ട് തീർച്ചയായിട്ടും ഒരു ബന്ധം ഉണ്ടാവും. കാരണം അത് അവൻ ചെയ്തിട്ട് അവനിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് ആദ്യം കോൺട്രഡിക്റ്റ്. കാരണം ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം സഹോദരിക്കുണ്ട്, അമ്മൂമ്മയ്ക്കുണ്ട്, ആ വീട്ടിലുള്ള എല്ലാവർക്കും ഉണ്ട്. കാരണം ഇയാളൊരു ചെറിയ മെൻ്റൽ പ്രശ്നമുള്ള ആളാണ്. അത് അവിടുത്തെ NSSൻ്റെ ആൾക്കാരൊക്കെ പറയുകയും ചെയ്യുന്നു. ഇയാൾ അമ്പലത്തിൽ എന്തോ ഒരു കഴകത്തിൻ്റെ അതിൻ്റെ കൂടെ ചിങ്കിടി നടക്കുന്ന ഒരാൾ, അങ്ങനെ ചെറിയ വരുമാനമേ ഉള്ളൂ അയാൾക്ക്. അല്ലാതെ വേറെ അയാൾക്ക് ഒരു വരുമാനവും ഇല്ല. പക്ഷേ അയാളുടെ മാനസികാവസ്ഥ ഇന്ന് ആ കരയുന്നതിരുന്ന് കണ്ടു കഴിഞ്ഞപ്പം തന്നെ ഒരു ദുഃഖഭാരത്തിൽ തന്നെ വീണ്ടും അത് ഇയാൾ ചിന്തിച്ച് ഇപ്പം സംഭവിച്ചു പോയി, അന്നേരം അങ്ങ് ചെയ്തു പോയി, ആ മണ്ടത്തരം ചെയ്തു പോയി എന്നുള്ള അർത്ഥത്തിലായിരിക്കണം. വളരെ ആ കരച്ചിലെന്ന് പറയുന്നത് വളരെ നമ്മൾക്ക് സങ്കടം നിർത്തും. എനിക്ക് പറ്റിപ്പോയി അങ്ങനെയുള്ള രീതിയിലൊരു കരച്ചിലാണ് ഞാൻ കണ്ടത്. ഏതായാലും ഇതൊക്കെ പരിശോധിക്കണം പോലീസ്. ശരി ജോർജ് ജോസഫ് സാർ, നമുക്ക് 2ാം ഘട്ടത്തിൽ കുറച്ചുകൂടി ആഴത്തിൽ ഈ കാര്യങ്ങൾ താങ്കൾ പറഞ്ഞ എല്ലാ സാധ്യതകളും ഒന്നുകൂടി നമുക്ക് പരിശോധിക്കാം.